Hello. നമ്മുടെ ഈ ലെസന്റെ അവസാന ഭാഗത്ത് എത്തിക്കഴിഞ്ഞു. നമ്മൾ ഇനി ക്വസ്റ്റ്യൻ ആൻസർ ആണ്. അത് നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ ഒരു മോഡൽ ഗ്രാമർ ആയിട്ടുണ്ടെങ്കിൽ മോഡൽ ഓക്സിലറീസ്. മോഡൽ ഓക്സിലറിയെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്, അതായത് നിങ്ങൾ ഈ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ലിസ്റ്റ് അത് പ്യുവർ മോഡൽസ് ആണ്. കൂടാതെ സെമി മോഡൽസ് ഉണ്ട്, മാർജിനൽ മോഡൽസ് ഉണ്ട്. സെമി മോഡൽസിൻ്റെ ഉദാഹരണം ഞാൻ പറയാം. ബി ഗോയിങ് ടു, ബി സപ്പോസ് ടു, ഹാഡ് ബെറ്റർ, ഹാഡ് ബെസ്റ്റ്, ഹാവ് ഗോട്ട് ടു, ഹാവ് ടു. ഇതെല്ലാം സെമി മോഡൽസ് ആണ്. പിന്നെ മാർജിനൽ മോഡൽസ് ഉണ്ട്. ഡെയർ, നീഡ്, ഓട്ട് ടു. അത് 3 മാർജിനൽ മോഡൽസ് ഉണ്ട്. 6 സെമി മോഡൽസ് ഉണ്ട്. 9 പ്യുവർ മോഡൽസ് ഉണ്ട്. നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഷാൽ, ഷുഡ്, വിൽ, വുഡ്. ഇതിനെ പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഗ്രാമർ ട്യൂട്ടോറിയൽസ് എന്ന് അടിച്ചു കൊടുത്താൽ മതി യൂട്യൂബിനകത്ത്. പ്രൊഫസർ തോമസ് മാത്യൂസ് ഗ്രാമർ ട്യൂട്ടോറിയൽസ് അടിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത്. പ്യുവർ മോഡൽസ് ആണ് പ്യുവർ മോഡൽസ്, മാർജിനൽ മോഡൽസ് ആണ് മാർജിനൽ മോഡൽസ്, സെമി മോഡൽസ് ആണ് സെമി മോഡൽസ്. ഇതിനെപ്പറ്റി എല്ലാം വളരെ വളരെ വിശദമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് വിത്ത് എക്സാമ്പിൾസ്. അതുകൊണ്ട് നിങ്ങൾ അത് നോക്കുക. വെറുതെ ഞാൻ ഇനിയും ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് നിങ്ങളുടെ സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഭാഗം വിടുകയാണ്. ഓൾറെഡി ഇറ്റ് ഈസ് ദെയർ ഇൻ യുവർ യൂട്യൂബ്, സോ നോ പ്രോബ്ലം. ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് നോക്കാം. 4 ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യമാണ് ഡിഫിക്കൽട്ടീസ്. ഷാഹിൻ, വാട്ട് ആർ ദ ഡിഫിക്കൽട്ടീസ്, വാട്ട് വെയർ ദ ഡിഫിക്കൽട്ടീസ് Shahin mystery faced? And the answer is when Didi started living in India, she had to face many difficulties. She was pained to see iniquities and disparities in the lives of people. The children were not given opportunities to realize their true potential. Then full stop. Getting an admission to St. Xavier's was another difficulty. Opening the first Ayansha center was a tough job for her, but there were many who cooperated, and so the first center was opened in 1991. ഇതൊക്കെയാണ് പുള്ളി ഷഹീൻ മിസ്ത്രി ഇന്ത്യയിൽ വന്നതിന് ശേഷം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടെന്ന് പറയും. പിന്നെ ഒത്തിരി വേറെയൊക്കെ ഉണ്ട്. ക്ലൈമറ്റിൻ്റെ പ്രോബ്ലം കാണും അല്ലേ, പിന്നെ ഫ്രണ്ട്സിൻ്റെ അത് ഇതിനകത്ത് പറയുന്നില്ലല്ലോ, ടെക്സ്റ്റിനകത്ത് പറയുന്നില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് അതൊക്കെ വിടാം. Second question is, what were the iniquities? Iniquities means disparities. Shahin's summers were spent between the orphanage in Jakarta is Indonesia, and trips back to Mumbai. She volunteered at the Happy Home and School for the Blind. During those days, she came across iniquities of various kinds. The difference between the family lunch at home and the lunch served at the Happy Home. വീട്ടിൽ ഭക്ഷണ രീതികളും ഹാപ്പി ഹോമിലെ ഭക്ഷണ രീതികളും. Her air-conditioned car and the street children begging under a hot sun. She is always in air-conditioned car. That situation, burning, scorching sun എന്നൊക്കെ പറയല്ലേ, കത്തി ജ്വലിക്കുന്ന സൂര്യ താപത്തിൽ മുങ്ങി നടക്കുന്ന കൊച്ചു കുട്ടികൾ, അത് ഭിക്ഷ യാചിക്കുന്ന, അതൊരു വലിയ ഡിസ്പാരിറ്റി ആയിട്ടാണ്. ഷഹീൻ ഈസ് ഓൾവേസ് ഇൻ എയർ കണ്ടീഷൻഡ് കാർ. And then begging under the hot sun, piles of food wasted at a friend's party, and the meager meal of dal and rice shared by a poor mother and her children on the street side. അതാണ് വേറെ ഇനിക്വിറ്റി. കൂട്ടുകാരത്തി അല്ല കൂട്ടുകാരൻ്റെ വീട്ടിലെ ഒരു ഫങ്ഷൻ, പൈൽസ് ഓഫ് ഫുഡ്, കൂമ്പാരം കണക്കിന് ഭക്ഷണം എടുത്ത് കളയുകയാണ്. കാരണം നമ്മൾ വിളിച്ച അത്ര ആളുകളൊന്നും വന്നില്ല, ഇൻവിറ്റേഷൻ അനുസരിച്ച് വന്നില്ല, അല്ലെങ്കിൽ അവർക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല. ചിലപ്പം ഒരു ദിവസം തന്നെ പല ഫങ്ഷൻ അറ്റൻഡ് ചെയ്യുന്നവരില്ലേ, അപ്പോൾ അവർക്ക് കഴിക്കാൻ പറ്റണ്ടേ, വയറ് നിറഞ്ഞാൽ പിന്നെ എന്നാ ചെയ്യാനൊക്കെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് കളയുന്നത് ഒരു വശത്ത് കാണുന്നു, മറുവശത്ത് കാണുന്ന ശാലം പരിപ്പ് വെച്ചത് ശാലം ചോറും ആയിട്ടിങ്ങനെ 2-3 കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ വാരി കൊടുക്കുന്ന ഒരു അമ്മ. ഇതൊക്കെയാണ് ഡിസ്പാരിറ്റി.
അതിനേക്കാളും വലിയൊരു ഡിസ്പാരിറ്റിയാണ് അവസാനം. ആൻഡ് ദ സ്ലംസ്, street side and the luxury homes in the city side by side, the slums lacking in basic amenities. ഒരു വശത്തോടെ വലിയ പണക്കാരുടെ വലിയ ബംഗ്ലോസും അല്ലെ പാലസ് പോലത്തെ കെട്ടിടങ്ങളും ഒക്കെ. പാലസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൊട്ടാരം പോലത്തെ കെട്ടിടങ്ങൾ ഒരു വശത്ത്, മറുവശത്ത് ആളുകൾക്ക് വെള്ളമില്ല, നോ റണ്ണിങ് വാട്ടർ, നോ ബാത്റൂംസ്, നോ വേസ്റ്റ് ഡിസ്പോസൽ, നത്തിങ് ഓഫ് ദാറ്റ് സോർട്ട്. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചേർക്കാം. അപ്പോൾ അങ്ങനത്തെ ഡിസ്പാരിറ്റീസ് ഒക്കെയാണ് ഇവർ കണ്ടത്. വളരെ കഷ്ടത, അവർക്ക് ഒത്തിരി പെയിൻ, അവരുടെ മനസ്സിൽ ഒത്തിരി പെയിൻ, ഒത്തിരി സങ്കടം ഉണ്ടാക്കി. മൂന്നാമത്തത് ക്ലാസ് റൂം. She wanted a classroom and what did the principals of the other schools say? ഒരു ക്ലാസ് റൂമിന് വേണ്ടി അന്വേഷിച്ച് നടന്നപ്പം ബാക്കിയുള്ള അന്വേഷിച്ച് ചെന്ന സ്കൂളിലെ പ്രിൻസിപ്പൽമാർ അല്ലെ അഡ്മിനിസ്ട്രേറ്റേഴ്സൊക്കെ എന്ത് പറയും, അതാണ് അടുത്ത ചോദ്യം. ഫോർ എ ക്ലാസ് റൂം ആഫ്റ്റർ ക്ലാസ് അവേഴ്സ് ഇൻ ദി ഈവനിങ്, ഷഹീൻ കോണ്ടാക്റ്റഡ് 20 schools, സ്കൂൾ അതോറിറ്റീസ്. 20 സ്കൂളിൽ പോയി സ്കൂൾ അതോറിറ്റീസ്. ദേ റിഫ്യൂസ്ഡ് ഓൺ ഇല്ലോജിക്കൽ റീസൺസ്. ഇല്ലോജിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു അൺറീസണബിൾ, അത് കാരണമല്ല, ചുമ്മാ ഉണ്ടാക്കിയുള്ളൊരു കാരണം, അൺറീസണബിൾ. ഇല്ലോജിക്കൽ റീസൺസ് സച്ച് ആസ് ദ ഐഡിയ ഓഫ് ടീച്ചിങ് ദ അണ്ടർ പ്രിവിലേജ്ഡ് വാസ് ടു റെവല്യൂഷണറി. ഒരു കാരണം പറഞ്ഞതാണ് ഈ കുഞ്ഞുങ്ങളെ എല്ലാം പഠിപ്പിക്കുന്നത് വലിയൊരു വിപ്ലവകരമായ സംഭവമാണ്, അതൊക്കെ ആർക്ക് വേണം. ടു റെവല്യൂഷണറി എന്ന് പറഞ്ഞാൽ അത് വേണ്ടാത്തൊരു കാര്യമാണെന്ന് മനസ്സിലായില്ലേ. രണ്ടാമത് പറയുന്നത് ദ ചിൽഡ്രൻ വുഡ് സ്പ്രെഡ് ഡിസീസ്. ഈ ലോ ഇൻകം ഗ്രൂപ്പ് കമ്മ്യൂണിറ്റീസ് എന്നൊക്കെ വരുന്ന കുട്ടികൾക്ക് അസുഖം പരത്തും. മൂന്നാമത്തെ പറയുന്നത് അതാണ് ഏറ്റവും രസകരമായിട്ടുള്ളത്. ദ ബാങ്കിൾസ് ഓൺ ബൈ ദിസ് ചിൽഡ്രൻ വിൽ സ്ക്രാച്ച് ദ ഡസ്ക്സ് ഓഫ് ദി സ്കൂൾസ്. അതായത് ബാങ്കിൾസ്, ഫിഷർമാൻ്റെ കുട്ടികൾ ധരിക്കുന്ന ബാങ്കിൾസ് കല്ല് പോലെയുള്ള, അതുകൊണ്ട് അവരുടെ കൈ വെച്ച് കഴിയുമ്പോൾ എല്ലാം സ്ക്രാച്ച് ഉണ്ടാകുന്നു. എന്നൊക്കെയാണ് പറയുന്നത്. These are the yes, scratch the desks. The നാലാമത്തെ ചോദ്യം, what is the difference between the academic system here and in America, or what is your opinion about it? The academic system in India was more bookish. There was not much academic rigor and scope for intellectual stimulation. She thought more could be learned in the city than in the classroom. അപ്പം നമുക്ക് അന്നത്തെ കാര്യമാണ് പറയുന്നത്. ഇന്നിപ്പോൾ ഇതെല്ലാം മാറ്റം വന്നു. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഇഷ്ടംപോലെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അതിനകത്ത് എന്തെല്ലാം ഇനിയും ചെയ്യാനുണ്ട്. ലെസൺ പഠിച്ചത് തന്നെയല്ലല്ലോ, അതുകൂടാതെ നോട്ട് എഴുതുക, നോട്ട് എടുക്കുക, നോട്ട് എഴുതുക, പ്രോജക്റ്റ് ചെയ്യുക, ഇമെയിൽ അയക്കുക, ആപ്ലിക്കേഷൻ അയക്കുക, ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുക, അതെല്ലാം ഇതേ ബേസ് ചെയ്താണ് വരുന്നത്. അപ്പോൾ ദാറ്റ് മീൻസ് യു ഹാവ് പ്ലെന്റി ഓഫ് ഇൻ്റലക്ച്വൽ സ്കോപ്പ് ഫോർ ഇൻ്റലക്ച്വൽ സ്റ്റിമുലേഷൻ. നിങ്ങൾ ഇത് ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യാം, ഗ്രൂപ്പായിട്ട് നമ്മുടെ ഇൻ്റർവ്യൂവിന് പ്രാക്ടീസ് ചെയ്യാം. ഇൻ്റർവ്യൂവിന് ഗ്രൂപ്പായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ മോക്ക് ഇൻ്റർവ്യൂ നടത്താം. 5-6 പേര് കൂടിയിരിക്കുക, ഒരാൾ കാൻഡിഡേറ്റ് ആകുക, ബാക്കി 5 പേര് ഇങ്ങനെ ബോർഡ് മെമ്പേഴ്സ് ആകുക, ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. അല്ല നേരത്തെ ഒരു ചോദ്യാവലി കൊടുത്തു വിടുക, അതിന് ഉത്തരമായിട്ട് പഠിച്ചിട്ട് വരിക, എന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക, അത് കറക്റ്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അധ്യാപകൻ്റെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ നിങ്ങളിൽ തന്നെ ഇങ്ങനെ ചെയ്യാൻ കഴിവുള്ള കുട്ടികൾ കാണും, അവരുടെ നേതൃത്വത്തിലൊക്കെ നമുക്ക് ചെയ്യാം. അതുകൊണ്ട് ഇഷ്ടംപോലെ ധാരാളം പോസിബിലിറ്റീസാണ് ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ളത്. ഞങ്ങളുടെയൊക്കെ കാലത്ത് 61 കാര്യം ഞാൻ പറഞ്ഞത്, 1961 1961 കാര്യമാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾക്കൊക്കെ എന്ന് പറയാം ആ പുസ്തകം, അതിനകത്ത് കുറച്ച് മീനിങ്സ്, 2 ചോദ്യം, തീർന്നു. അത് ശരി, അന്നിങ്ങനെയൊക്കെ ചിന്തിക്കാൻ എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഇന്ന് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. വളരെ നല്ല രീതിയിലാണ് നമ്മുടെ പുസ്തകങ്ങളെല്ലാം എഡിറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അവിടെ വളരെ കഴിവുള്ള എഡിറ്റേഴ്സാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത്, കഴിവുള്ള അധ്യാപകരാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ധാരാളം സ്കോപ്പുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ. പ്ലസ് യു ഹാവ് ഗോട്ട് യൂട്യൂബ് എടുത്ത് വെച്ചാൽ എന്നാ പഠിക്കത്തില്ല. ഞാൻ പറയുമല്ലോ, ഈ മോഡൽ ഓക്സിലറീസിൻ്റെ കാര്യം പറയുമ്പോൾ വളരെ വിശദമായിട്ട്, അതായത് ധാരാളം ആളുകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ
ഞാൻ തന്നെയല്ല, നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് കേൾക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യമാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂട്യൂബിൽ എൻ്റെ പേരടിച്ചു കൊടുക്കുക, പ്രൊഫസർ തോമസ് മാത്യൂസ് ഇൻ ഗ്രാമർ ട്യൂട്ടോറിയൽസ്. അതിനുശേഷം നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ടെൻസ് റിവിഷൻ, പാസീവ് ആണെങ്കിൽ റിപ്പോർട്ട് സ്പീച്ച്, എന്ത് വേണം, എന്തൊക്കെ വേണമെങ്കിലും നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു 450+ ലെക്ചേഴ്സ് ഗ്രാമറിനെ പറ്റി മാത്രം ഞാൻ ഈ യൂട്യൂബിൽ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ഗ്രാമർ അതിനെപ്പറ്റി മാത്രം 450+ ലെക്ചേഴ്സ് പോരെ. അത് നിങ്ങൾ നോക്ക്. ഞാൻ വരുന്നത് ഇനി കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതെല്ലാം ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. തൽക്കാലം ഞാൻ ഈ ടെക്സ്റ്റ് തീർക്കട്ടെ, പരീക്ഷ എടുത്ത് വരുമല്ലേ, അതുകൊണ്ട് ഈ ടെക്സ്റ്റ് തീരുന്ന മറിക്ക് ഇനിയും യു ക്യാൻ എക്സ്പെക്ട് മീ ടു ടേക്ക് ക്ലാസ്സസ് ഫോർ ഇൻ ഗ്രാമർ, ഇംഗ്ലീഷ് ഗ്രാമർ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഈ കോംപ്ലക്സ് സെൻറ്റൻസ്, കോമ്പൗണ്ട് സെൻറ്റൻസ്, അതുപോലെ തന്നെ ഈ സെൻറ്റൻസ് എങ്ങനെയാണ്, ഇത് ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് തന്നിട്ട് അതിനെ സിമ്പിൾ സെൻറ്റൻസ് ആക്കുന്നത് എങ്ങനെയാണ്, അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ ഫ്രേസൽ വെർബൊക്കെ ഉണ്ട്, അത് അങ്ങനത്തെ കാര്യങ്ങൾ ഒത്തിരി ഇനിയും കിടപ്പുണ്ട്. അതെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കാം, തീർച്ചയായിട്ടും എടുക്കാം. അത് ഈ ടെക്സ്റ്റ് ഇപ്പം 9 ലെസൺ കഴിഞ്ഞ് നാളെ അടുത്ത ദിവസം നമുക്ക് 10ാമത്തെ ലെസൺ എടുക്കാം. ദാറ്റ് ഈസ് സ്റ്റാമറിങ് ബൈ സച്ചിദാനന്ദ, ദ ഗ്രേറ്റ് മലയാളം പോയറ്റ് സച്ചിദാനന്ദ. അത് നമ്മൾ പഠിക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. ഇനി ജസ്റ്റ് 5-6 ലെസൺസേ ഉള്ളൂ. പരീക്ഷയ്ക്ക് മുമ്പ് തീർക്കണം എന്നാണ് എൻ്റെ ഒരു വിചാരം. അങ്ങനെ നമുക്ക് രണ്ടുപേർക്കും കോപ്പറേറ്റ് ചെയ്ത് നമുക്ക് 2 കൂട്ടർക്കും കൂടി ഒന്നിച്ച് വളരെയധികം സ്നേഹത്തോടു കൂടി ഈ ടെക്സ്റ്റ് പഠിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഹൈ മാർക്ക് തവണ കിട്ടും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് തൽക്കാലം ബൈ. സീ അഗെയിൻ. ബൈ.